ട്രംപാണ് തലക്കെട്ടുകളിൽ പല ദിവസവും നിറഞ്ഞു നിൽക്കുന്നതെന്നും അതുപോലെ തന്നെയാണ് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ 20 നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന കരാർ മുന്നോട്ട് വെച്ച് അമേരിക്ക. വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. 72 മണിക്കൂറിനകം ഹമാസ് ബന്ദികളെ വിട്ടയക്കണം. ഹമാസ് ബന്ദികളെ വിട്ടയച്ചാൽ ജയിലിലുള്ള 250 പലസ്തീനുകളെ ഇസ്രയേൽ മോചിപ്പിക്കും. സമാധാന കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം എന്നും ട്രംപ് പറഞ്ഞു. I hope that we're going to have a deal for peace, and if Hamas rejects the deal, which is always possible, they're the only one left. Everyone else has accepted it, but I have a feeling that we're going to have a positive answer. But if not, as you know, Bibi, you'd have our full backing to do what you would have to do. Everyone understands that the ultimate result must be the elimination of any danger posed in the region, and that danger is caused by Hamas. The tyranny of terror has to end, and this is again something that we're looking for. This is eternity. This is for forever. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. I support your plan to end the war in Gaza, which achieves our war aims. It will bring back to Israel all our hostages, dismantle Hamas's military capabilities, end its political rule, and ensure that Gaza never again poses a threat to Israel. സമാധാന കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം എന്നും അതിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടരക്കര ചെന്നു. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ ഗാസയിൽ സമാധാനം പുലരുമോ? വെടിനിർത്തൽ ഉണ്ടാകുമോ? ആ ജനോസൈഡ് പ്ലാനിന് അവസാനം ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോഴും അത് സംഭവിക്കുമെന്ന് പറയാറായോ? ഹമാസ് അതിനോട് അനുകൂലമായി പ്രതികരിച്ചോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ അതിന്റെ അപ്ഡേറ്റ്? മധു. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം നെതന്യാഹുവിന്റെ 4ാമത്തെ വൈറ്റ് ഹൗസ് സന്ദർശനമാണ് ഇന്ന് നടന്നത്. പക്ഷേ ചില നാടകീയ നിമിഷങ്ങളുടെയൊക്കെ ഭാഗമാകേണ്ടി വന്നു അദ്ദേഹത്തിന് വൈറ്റ് ഹൗസിൽ എത്തിയതോടെ. ഡൊണാൾഡ് ട്രംപ് കയ്യോടെ ഖത്തർ ഭരണാധികാരിയെ ഫോണിൽ കണക്ട് ചെയ്ത് നെതന്യാഹുവിനെയും കൊണ്ട് പരസ്യമായി എല്ലാ മാധ്യമപ്രവർത്തകരുടെയൊക്കെ മുന്നിൽ വെച്ച് മാപ്പ് പറയിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ ഇന്ന് പ്രധാനമായിട്ട് പറഞ്ഞത് ആദ്യ 72 മണിക്കൂറിൽ തന്നെ മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണമെന്നാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇസ്രയേലിന് ലക്ഷ്യം കാണാൻ വേണ്ടതുപോലൊക്കെ ചെയ്യാം, അമേരിക്കയുടെ പിന്തുണയുണ്ടാകും. തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അരികിൽ നിന്നുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ പദ്ധതിയെ താൻ പിന്തുണയ്ക്കുന്നു എന്നാണ്. ഇപ്പോൾ ഹമാസ് തടങ്കലിലുള്ള എല്ലാ ബന്ദികളെയും ഇസ്രയേലിൽ തിരികെ കൊണ്ടുവരും, ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കും, ഗസ ഇനി ഒരിക്കലും ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കും. എന്നാൽ നേരത്തെ ഒരു 20 പോയിന്റ് പീസ് പാക്കേജ് വൈറ്റ് ഹൗസ് റിലീസ് ചെയ്തിരുന്നു. അതിൽ പറയുന്നത് ഗസയിൽ താൽക്കാലിക ഭരണ സംവിധാനം വരും, ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര സംഘടനയായിരിക്കും ഇതിന്റെയൊക്കെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും ഇതിന് നേതൃത്വം നൽകുക. ഇത് കൂടാതെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റു ചില രാഷ്ട്ര തലവന്മാരും ഈ കമ്മിറ്റിയിൽ ഉണ്ടാകും. ഗസയിലെ പൊതുസേവന സംവിധാനങ്ങളും അതുപോലെ മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഉറപ്പാക്കുന്നത് ഈ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഗസയിൽ ഹമാസിന് ഈ ഭരണത്തിൽ ഒരു പങ്കും ഉണ്ടായിരിക്കില്ല. അതുപോലെ അടിയന്തരമായി വെടിനിർത്തുക, ഇസ്രയേൽ തടവിലാക്കിയ 250 പാലസ്തീൻ തടവുകാർക്ക് പകരം ഹമാസിന്റെ ബന്ദികളെ കൈമാറുക, ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള പിൻവാങ്ങൽ, അതുപോലെ ഹമാസിന്റെ നിരായുധീകരണം, ഇതെല്ലാം ഈ 20 പോയിന്റ് പീസ് പാക്കേജിലെ ഹൈലൈറ്റ്സുകളാണ്. എന്നാൽ മാധ്യമങ്ങളോടൊക്കെ ഇതൊക്കെ അറിയുന്നതല്ലാതെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ പീസ് പാക്കേജ് കണ്ടിട്ടില്ലെന്നാണ് ഹമാസ് ആദ്യം പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് ഹമാസ് നേതൃത്വം പറഞ്ഞത് ഖത്തറും ഈജിപ്തും ഒക്കെ ഈ പാക്കേജ് അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ ഒരു ഗുഡ് ഫെയ്ത്ത് എഫേർട്ടോടുകൂടി ഇത് പഠിച്ചിട്ട് തുടർന്ന് പ്രതികരിക്കുമെന്നാണ്. അതേസമയം ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുന്നതായിട്ട് പാലസ്തീൻ അതോറിറ്റിയും ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ ഒരു സംയുക്ത പ്രസ്ഥാനവും വന്നിട്ടുണ്ട്. ഹാഷ്മി, ക്രിസ്റ്റീന, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവും ഇസ്രയേലും തമ്മിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ചോ എന്ന് ഇപ്പോൾ ഈ മണിക്കൂറിൽ വ്യക്തമല്ല. നെതന്യാഹു ശക്തമായി എതിർക്കുന്ന പാലസ്തീൻ സ്റ്റേറ്റ്, അതുപോലെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം
വരാൻ പോകുന്ന ഭരണത്തിൽ പാലസ്തീൻ അതോറിറ്റിക്കുള്ള എന്തെങ്കിലും പങ്ക്, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഈ നെതന്യാഹു അമ്പിനും ബില്ലിനും അടുക്കാത്ത അങ്ങനത്തെ പല വിഷയങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ട് ടോണി ബ്ലെയറിന്റെ രംഗപ്രവേശം, അദ്ദേഹം ഇറാഖ് വാറുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ വലിയ എതിർപ്പ് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ എങ്ങനെ ട്രംപ് ഭരണകൂടം തരണം ചെയ്യുമെന്നുള്ളൊരു ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവരുടെ ചർച്ചകൾ അവസാനിച്ചത്. ഒരു കാര്യം കൂടി, അതായത് ഇത്തരത്തിൽ ഒരു 20 പട്ടിക കൊണ്ടുവരുന്നു, അതിലെവിടെയും ഒരു ദ്വിരാഷ്ട്ര പരിഹാരം എന്ന് പറയുന്നില്ല. പക്ഷേ ബ്രിട്ടനും ഫ്രാൻസും അടക്കം നിരവധി രാജ്യങ്ങൾ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിലേക്ക് ഉറച്ചു നിൽക്കുകയാണ്. അവിടെ ട്രംപിന്റെ ഒരു സ്ട്രാറ്റജി എന്ന നിലയിൽ ടോണി ബ്ലെയറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഹമാസ് ഇക്കാര്യം അംഗീകരിക്കുമോ ഇല്ലയോ? ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നും അതാണല്ലോ. അപ്പോൾ ഹമാസ് ഇക്കാര്യം അംഗീകരിക്കുമോ എന്ന ഒരു ചോദ്യം ഒരു വശത്ത് നിലനിൽക്കുന്നു. അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് വേണേലും ആയിക്കോ എന്നാണല്ലോ പറയുന്നത്. ക്രിസ്റ്റിന പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം ഈ 20 പാക്കേജിലെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ പല ഹൈലൈറ്റ്സുകളും ഹമാസ് നിരന്തരമായിട്ട് അവര് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ പാക്കേജിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഹമാസിന് ഇപ്പോൾ എന്തുമാത്രം ശക്തിയുണ്ട്, അവർക്ക് ഈ പാക്കേജ് അനുസരിക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ മാറിയോ? അവരുടെ നേതൃത്വത്തിലെ മുൻനിര നേതാക്കളെല്ലാം കൊല്ലപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഇതിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. കൃഷ്ണ ഹാഷ്മി. ഓക്കെ, താങ്ക് യു മോചേട്ടൻ, താങ്ക് യു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഏറ്റവും നിർണായകമായ ഒരു ചർച്ചാ രാത്രിയായിരുന്നു. അതിൽ എന്താണ്, ഖത്തറിനെ വിളിച്ച് മാപ്പ് പറയുന്നുണ്ട്. അതൊരു അപ്രതീക്ഷിതമായ തീരുമാനമായിരുന്നു. പക്ഷേ ട്രംപിന്റെ നിർബന്ധം കൊണ്ടൊക്കെ ആയിരിക്കും. കാര്യം ഖത്തർ അമേരിക്കയുടെ ഒരു അലിയാണല്ലോ, അല്ലേ അങ്ങനെ പറയാം. അതെ, അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രമാണ്. ഈ പറയുന്നത് പോലെ യുദ്ധങ്ങളിൽ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഒരു സൗഹൃദ രാഷ്ട്രമാണ്. ട്രംപിനെ പറയുന്ന നല്ല സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള രാഷ്ട്രം. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ഈ പറയുന്നത് പോലെ ഇതിനൊരു പരിഹാരം വേണമെങ്കിൽ രണ്ടുപേരും രണ്ടിടത്താണ് നിൽക്കുന്നത്. ഇസ്രായേൽ പറയുന്നത് ദ്വിരാഷ്ട്രം വേണ്ട, അങ്ങനെ ഒരു ചിന്തയില്ല. അപ്പുറത്ത് അവർക്ക് ദ്വിരാഷ്ട്രം വേണം. അപ്പൊ എന്ന് പറയുമ്പോൾ ഇനിയും ഈ ദൂരം ഇപ്പോഴും കൂടുതലാണ്. നമ്മുടെ രാജ്യം നിൽക്കുന്നത് പലസ്തീൻ എന്നുള്ളൊരു സ്വതന്ത്ര രാജ്യം ഉണ്ടാവണം എന്ന നിലപാടിനൊപ്പം തന്നെയാണ് ലോകത്തെ ബഹുഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ. ഇപ്പം UN മെമ്പർ രാജ്യങ്ങളിൽ ഏതാണ്ട് 88-89% രാജ്യങ്ങളും ഈ പറയുന്ന രീതിയിൽ ദ്വിരാഷ്ട്രവാദത്തിന് വേണ്ടി തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ ഉണ്ടാവണം, പലസ്തീൻ ഫ്രീ രാജ്യം ഉണ്ടാവണം, ഇസ്രായേലും അവിടെ നിലനിൽക്കണം എന്ന ആഗ്രഹത്തിനൊപ്പമാണ്. അപ്പോൾ അതിലേക്കൊക്കെ എത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അടിയന്തരമായി അവിടെ നടക്കുന്ന ജനോസൈഡ്, വംശഹത്യ അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.